നാളെ രാവിലെ 9 മണിക്ക് ഞാൻ നിന്റെ വീട്ടിൻ്റെ മുറ്റത്തൊന്നിട്ട് ഇന്ന് ഞാൻ വിളിക്കും. അച്ഛൻ്റെ അമ്മേൻ്റെ മുമ്പിലേക്ക് കൂടി നീ ഇറങ്ങി വരണം. അതിൻ്റെ എല്ലാം ആവശ്യമുണ്ടാ? ഞാൻ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ അങ്ങനെ വന്നാൽ പോരെ? അത് പോരാ. എൻ്റെ അച്ഛൻ്റെ മുമ്പിലേക്ക് കൂടി തന്നെ അനക്കിനെ ഇറക്കിക്കൊണ്ടണം. അയാൾക്കല്ല എന്നെ പണ്ട് വേറെ ഒരു പുച്ചേനും. ആ എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. രേഷ്മേ, ഞാൻ രേഷ്മനെ വിളിച്ചിറക്കി കൊണ്ടാൻ വേണ്ടി വന്നു. ആരും തടയാൻ നിൽക്കണ്ട. ഞാൻ വിളിക്കും, ഓള് വരും. രേഷ്മേ, നീ എന്നെ നോക്കി നിൽക്കുന്നേ? ആരെയും പേടിക്കണ്ട, നീ ഇറങ്ങി വാ. യശോദേ, ദോശ ഇല്ലേ? ആ അടുപ്പത്ത് കല്ല് വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ വേഗം നോക്കറാ, ബേസ്മെന്റ് ശരണൂല്ലി ഇടാ. പോവാ. അല്ല നിന്നിന്റെ വീട്ടുകാർക്ക് തോട്ടത്തും കാറ്റം കിട്ടിയതാ? ഒരു വിലയില്ലല്ലോ. അതെന്നാന്ന് അറിയില്ല കേട്ടാ, അവരെല്ലാം പണ്ടേ അങ്ങനെയാണ്. സാരമില്ല, എനിക്ക് എൻ്റെ വീട്ടിലെ ഒന്നിനൊരു കുറവുണ്ടാവില്ല. ഇന്നലെ ഞാൻ നന്ദിലത്ത് ജിമാർട്ട് പോയിട്ട് ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ എല്ലാം പുതിയ വാങ്ങിക്കൊണ്ടിട്ട് രാജകീയ ജീവിതമായിരിക്കും. എന്തിനാ ഇപ്പം തിരക്കെടുത്താലും വാങ്ങിന്? പൈസയെല്ലാം നോക്കിയിട്ട് പിന്നെ വാങ്ങിയാൽ പോരേനോ? മുത്തേ പൈസയാ? ഗൃഹോപകരണങ്ങൾ അവിടെ 24,000 വരെ ക്യാഷ് ബാക്ക് ഉണ്ട്. പിന്നെ സെലക്ടഡ് ഐറ്റംസ് 2 മാസം EMI ഫ്രീയോ. പിന്നെ നറുക്കെടുപ്പിലൂടെ 25 ബലോനക്കാർ, പിന്നെ 100 ഗോൾഡ് കോയിന്, 100 സിൽവർ കോയിന്. ഗോൾഡ് കോയിനാ? അതുകൂടാണ്ട് 100 LED TV, 100 വാഷിംഗ് മെഷീൻ ചറവറ സമ്മാനാന്ന്. അവർ ഈ ഓഫറും സമ്മാനമൊന്നും കൊടുക്കുന്നില്ല, അതിശയപ്പെടാനൊന്നുമില്ല. 44 വർഷത്തെ പാരമ്പര്യമുള്ള ടീമാന്ന്. നീ എന്നാൽ പിന്നെ ഇവിടെ നിൽക്ക്. രജിസ്റ്റർ ഓഫീസിൽ കാര്യങ്ങൾ സെറ്റാക്കുന്നുണ്ട്. വെറുതെ അടവൻ്റെ ബോറടിക്കണ്ട. ഞാൻ സമയം വിളിക്കാം കേട്ടാ. ഇവക്കൊരു ചായ കൊടുത്തേട്ടാ. മോളെ ചായ എടുക്കട്ടെ? വേണ്ട ഏട്ടാ, നോക്കിയിട്ട് പറയാം. എടാ എല്ലാം ഓക്കെ അല്ലേ? പിന്നെ എല്ലാം സെറ്റാ. ഓളെ ആധാർ കാർഡ് കണ്ടല്ലോ, രജിസ്റ്റാർ പറയും ഇന്റെ കല്യാണം രജിസ്റ്റർ ചെയ്യണ്ടോന്ന്. ഓളെ 6 മാസം മുന്നേ ചെയ്തു വെച്ചിട്ട് പോലും. ആരപ്പുറം ഞാൻ ചോദിച്ചില്ല. ഇന്റെ പുറം തന്നെ ആയിരിക്കും ചിലപ്പോ സർപ്രൈസ് ആക്കാ. നീ വന്നോ? ഓളെടുത്തു എന്നോട് ചോദിക്കുന്നത് ഏട്ടാ. വീട് എന്നാ പെണ്ണോടുത്തു. ഓളിപ്പോ ബസ് ഡ്രൈവർ വിനുവിന്റെ പേരും ബൈക്കുമ്പോൾ കയറി പോയല്ലോ. ഓള് ഓടിച്ചോടുന്നയാ പോലും. പിന്നെ ഓള് പോകുമ്പോൾ 500 രൂപ വാങ്ങിനേ, അത് നീ തരുമെന്നാ പറഞ്ഞേ.